ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ഫില്ലിങ്ങോട് കൂടിയ ബീഫ് ഗ്രീൻ പീസ് സ്നാക്കാണ്. ഇത് ഒത്തിരി എണ്ണയിലൊന്നും പൊരിച്ചെടുക്കുന്നതല്ല, കുറച്ച് ഓയിൽ കൊണ്ട് തവയിൽ ഫ്രൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂടാതെ ബീഫ് ഗ്രീൻ പീസ് കോമ്പിനേഷൻ അധികം മസാലകൾ ചേർക്കാതെ അതിൻ്റെ തനത് രുചിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. വൈകുന്നേരത്തെ ചായക്ക് ടേസ്റ്റിയായും ഈസിയുമായിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ഒരു സബോള അരിഞ്ഞ് വഴറ്റുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് ചേർക്കുക. ഇവിടെ വെളുത്തുള്ളി ഉപയോഗിക്കുന്നില്ല. കുറച്ച് വഴന്നതിന് ശേഷം 3 പച്ചമുളക് അരിഞ്ഞിടുക. അതും നന്നായിട്ട് വഴറ്റുക. അതൊന്ന് വഴന്നതിന് ശേഷം കറിവേപ്പിലയും ഇടണം. ഇങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക. ആ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും അതിൻ്റെ ടേസ്റ്റാണ് ഇവിടെ നിൽക്കുന്നത്. അതിനുശേഷം 1 സ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർക്കണം. വേറെ മസാലകളൊന്നും ഇവിടെ ചേർക്കുന്നില്ല. ഇറച്ചി വേവിച്ചപ്പോൾ കുറച്ച് ഗരം മസാലയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഉപ്പും ചേർത്തതാണ്. ഈ വേവിച്ച് ചെറിയ നുറുക്കാക്കിയ ഇറച്ചി ഈ സമയം പാനിലിടുക. നന്നായി ഇളക്കുക. കൂടെ തന്നെ 1/2 കപ്പ് ഗ്രീൻ പീസും കൂടെ ചേർക്കുക. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് ഇളക്കുക. ഉപ്പ് പലയിടത്ത് ചേർത്തത് കൊണ്ട് സൂക്ഷിച്ചിടണം. ഗ്രീൻ പീസിൻ്റെ ഇറച്ചിയുടെയും കൂടെ ഈ കോമ്പിനേഷൻ വളരെ നല്ലതാണ്. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായി ഇളക്കുക. ഗ്രീൻ പീസിലെ വെള്ളമൊക്കെ ഇറച്ചിയിലോട്ട് ഇറങ്ങും. അങ്ങനെ ആ വെള്ളം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വേകും. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെന്ത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. ഇനിയും ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മുട്ടയും ലേശം ഉപ്പും ചേർത്ത് അടിക്കുക. നന്നായിട്ട് അടിച്ചതിന് ശേഷം 1/2 കപ്പ് പാലൊഴിക്കുക. ബീറ്റ് ചെയ്യുക. കുറേശ്ശെയായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായിട്ട് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ ചേർക്കുക. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശരിയാകാനായിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കണം. അതുപോലെ ടേസ്റ്റിന് വേണ്ടി ചില കുരുമുളക് പൊടിയുടെ ഒക്കെ ചേർക്കാം. അതൊക്കെ ഓപ്ഷണലാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കട്ടകളില്ലാതെ ബാറ്റർ ഈ പരുവത്തിൽ എടുക്കണം. ഈ ബാറ്റർ ഉപയോഗിച്ച് കനം കുറഞ്ഞ ഷീറ്റുകൾ തയ്യാറാക്കണം. ഇത് മറിച്ചിട്ട് കൊടുക്കാം, മറിച്ചിടാതെയും എടുക്കാം. എന്നിട്ട് ഈ ഷീറ്റൊക്കെ ഒട്ടിക്കാനായിട്ട് മൈദയുടെ ഒരു പേസ്റ്റും തയ്യാറാക്കാം. മൈദയിൽ വെള്ളമൊഴിച്ച് ചെറിയ പേസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കുക. ഷീറ്റ് എടുത്തിട്ട് ബീഫ് ഗ്രീൻ പീസ് മിക്സ് ഓരോ ഷീറ്റിലും വെച്ചിട്ട് ഞാനിവിടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മൈദയുടെ മിക്സൊക്കെ തേച്ച് നിങ്ങൾക്ക് മടക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ രീതിയിലല്ല മറ്റു പല രീതിയിലും ഇത് മടക്കിയെടുക്കാം. പലർക്കും പല രീതിയിൽ മടക്കാൻ അറിയാമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോന്നും ഫില്ല് ചെയ്ത് മടക്കിയെടുത്ത് മാറ്റി വെക്കുക. 4 സൈഡും ഒട്ടിയോന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം വേണം ഇത് നിരത്താനായിട്ട്. നിരത്തുമ്പോൾ ആദ്യം കമത്തി വേണം ഇടാനായിട്ട്, ഈ രീതിയിലായിട്ട്. അങ്ങനെ ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ അത് തിരിച്ചിടുക. അങ്ങനെ നമുക്കിവിടെ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള സ്നാക്ക് റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.